നമസ്കാരം. ഇന്നത്തെ ഇതിഹാസവാചാലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഗ്രീവനെ രാജാവാക്കുകയാണ് കിഷ്കിന്ധയുടെ. അങ്ങനെ സുഗ്രീവൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുകയാണ്. കുറേ നാൾ കഴിഞ്ഞു, ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മലമുകളിൽ ശ്രീരാമനും ലക്ഷ്മണനും സുഗ്രീവൻ്റെ വരവും കാത്തിരിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ ദേഷ്യമാവാൻ തുടങ്ങി. എന്താ ഈ സുഗ്രീവൻ വരാത്തത്, എന്താ വാക്ക് തന്നതല്ലേ, രാജ്യം കിട്ടിക്കഴിഞ്ഞ ഉടനെ സീതയെ നോക്കാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് വാക്ക് തന്നതല്ലേ, എന്താ സുഗ്രീവൻ വരാത്തതെന്ന് വിചാരിക്കുകയാണ് ലക്ഷ്മണൻ. അപ്പോൾ രാമൻ ഏതു നേരവും സീതയുടെ ചിന്തയാണ്. സീത കഴിച്ചോ, സീത ഉറങ്ങിയോ, സീത കരയുകയാണോ, സീത എന്ത് ചെയ്യുകയാണിപ്പോൾ, സീത സുരക്ഷിതയായിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ള ചിന്ത മാത്രമേ ഉള്ളൂ ശ്രീരാമൻ. ഏതു നേരവും സീത എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ലക്ഷ്മണൻ ഇതൊക്കെ കൂടി കാണുമ്പോൾ വല്ലാത്ത സങ്കടവും. ലക്ഷ്മണൻ പറയാണ്, സുഗ്രീവൻ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല, കണ്ടോ അവന് ഒരു ചിന്തയില്ല ഇതിനെക്കുറിച്ചെന്ന് പറയാണ്. രാമൻ പറയാം, അങ്ങനെയല്ല, അവൻ രാജ്യകാര്യങ്ങൾ നോക്കട്ടെ, അവൻ വരും, നമ്മളെ സഹായിക്കും, നീ വിശ്വാസത്തോടെ ഇരിക്കാൻ പറയുകയാണ്. അപ്പോൾ ലക്ഷ്മണന് ദേഷ്യം വരുന്നുണ്ട്. ലക്ഷ്മണൻ തോന്നുന്നു അത്ര വിശ്വാസം പോരാ, കാരണം സമയമായി, പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുള്ളതാണ് ലക്ഷ്മണന്. അപ്പോൾ അവിടെ കിഷ്കിന്ധയിൽ ഹനുമാൻ ചെന്ന് സുഗ്രീവനെ കാണുന്നുണ്ട്. സുഗ്രീവനോട് പറയാണ്, ഇപ്പോൾ രാജ്യം തിരിച്ചു കിട്ടി, കുറച്ച് നാളായി, നീ ശ്രീരാമന് കൊടുത്ത വാക്ക് മറന്നു, നമുക്ക് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ, നീ ഇവിടെ ആഹാരം കഴിച്ചും പുസ്തകങ്ങൾ കണ്ടും പാട്ട് കേട്ടും ഭാര്യയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്, പക്ഷെ ശ്രീരാമന് കൊടുത്ത വാക്ക് നീ മറക്കരുത്, നമുക്ക് സീതാദേവിയെ കണ്ടുപിടിക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് സുഗ്രീവന് ബോധം വരുന്നത്, അയ്യോ ശരിയാണല്ലോ, ഞാൻ അതിൻ്റെ കാര്യം ചിന്തിച്ചില്ല, ഇന്ന് തന്നെ ഞാൻ അതിന് ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞ് തൻ്റെ വാനരപ്പടയെ വിളിക്കുകയാണ്, നേതാവിനെ വിളിച്ചിട്ട് പറയും, എല്ലാ വാനരന്മാരോടും ഇവിടെ കിഷ്കിന്ധയിലെത്താൻ പറയുകയാണ്. ഒരാഴ്ചത്തെ സമയം കൊടുക്കും, അതിനുള്ളിൽ ഇവിടെ എല്ലാ വാനരന്മാരും ഇവിടെ എത്താൻ പറയുകയാണ്, എല്ലാ കേമന്മാരായിട്ടുള്ള വാനരന്മാരും ഇവിടെ എത്തണം എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർക്ക് നിർദ്ദേശം കൊടുത്ത് സുഗ്രീവനോട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മലമുകളിൽ ലക്ഷ്മണന് ദേഷ്യം വരികയാണ്. വീണ്ടും പിന്നെയും ദിവസങ്ങൾ കഴിയുന്നു, സുഗ്രീവനെ കാണുന്നില്ല. ലക്ഷ്മണൻ ദേഷ്യം വന്ന് കിഷ്കിന്ധയിലേക്ക് വരികയാണ്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞുകൊണ്ട് പോവണ്ടെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മണൻ ദേഷ്യപ്പെട്ട് ചെല്ലുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ വരുന്നു എന്നുള്ളത് തന്നെ എല്ലാ വാനരന്മാരും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 4 പാട് ഓടുകയാണ്. കാരണം ലക്ഷ്മണനെ പേടിയാണ് എല്ലാവർക്കും. അപ്പോൾ അംഗദൻ ഓടിച്ചെന്ന് സുഗ്രീവനെ വിളിക്കുക, അച്ഛാ എണീക്കൂ. സുഗ്രീവൻ ബോധമില്ലാതെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ബഹളം വെച്ച അവസാനം സുഗ്രീവനെ എണീപ്പിച്ച് കഴിഞ്ഞിട്ട് സുഗ്രീവനോട് അംഗദൻ പറയാണതേ, ലക്ഷ്മണൻ താഴെ എത്തിയിട്ടുണ്ട്, അങ്ങേ ശരിയാക്കൂ ഇപ്പോൾ എന്ന് പറയാണ്. സുഗ്രീവൻ വേഗം പേടിയാവും, ലക്ഷ്മണനെ പേടിയാണ്. അപ്പോൾ വേഗം താരയെ വിളിച്ചിട്ട് പറയും, താരയോട് ആദ്യം ചെന്ന് ലക്ഷ്മണനോട് സംസാരിക്കാൻ പറയാണ്. അപ്പോൾ താരയ്ക്ക് നല്ലോണം സംസാരിക്കാൻ അറിയാം, മയപ്പെടുത്തി എടുക്കാൻ അറിയാം താരയ്ക്ക്. ഞാനിപ്പോൾ വേഗം കുളിച്ച് ശുദ്ധമായിട്ട് വരാം, നീ ഒന്ന് പോയി ലക്ഷ്മണനെ മയപ്പെടുത്തി എടുക്കാൻ പറയാണ്. അപ്പോൾ താര ചെല്ലുമ്പോഴേക്കും ലക്ഷ്മണൻ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാവരെയും നിഗ്രഹിക്കുന്ന രീതിയിൽ ലക്ഷ്മണൻ നിൽക്കുക. അപ്പോൾ താര അങ്ങ് എത്തിയോ, വരൂ, ഇരിക്കൂ എന്ന് പറയുകയാണ്. അപ്പോൾ ലക്ഷ്മണൻ പറയും, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് ആളുടെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട, സുഗ്രീവനോടെ തന്ന വാക്ക് പാലിക്കാതെ സുഗ്രീവനോടെയും ചോദിക്കുകയാണ്. അപ്പോൾ താര 2 കൈയും കൊണ്ട് കൂപ്പി എന്നിട്ട് പറയാണ്, അങ്ങ് ദേഷ്യപ്പെടരുത്, സുഗ്രീവൻ ഇത്തിരി സമയം കൊടുക്കണം, അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, മഹാഋഷികൾക്ക് പോലും ഇടയ്ക്ക് മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാവുന്നു, അപ്പം അങ്ങൊരു വാനരനൊട്ടും ചാഞ്ചാട്ടം ഉണ്ടാവില്ലെന്ന് എങ്ങനെയാണ് വിചാരിക്കുന്നത്? കാരണം ഇത് പെട്ടെന്ന് രാജ്യം കയ്യിൽ കിട്ടി, എന്നെ തിരിച്ചു കിട്ടി, ഈ സമ്പത്തെല്ലാം തിരിച്ചു വന്നു, രാജ്യങ്ങളിലെ കാര്യമെല്ലാം നോക്കാൻ തുടങ്ങി, ബാലി പറഞ്ഞിരുന്നു ആൾക്കാരുടെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പം ഇതൊക്കെ പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും വാനരനല്ലേ സുഗ്രീവന് വേഗം തൻ്റെ മനസ്സൊരു ചാഞ്ചാട്ടം വന്നു, അല്ലാതെ തന്ന വാക്ക് ഒരിക്കലും പാലിക്കരുതെന്നും സുഗ്രീവൻ വിചാരിച്ചിട്ടേ ഇല്ല. അപ്പം അങ്ങ് ഒരിക്കലും അങ്ങനെ വിചാരിക്കരുതെന്ന് ലക്ഷ്മണനോട് പറയാണ്. അപ്പോൾ താര ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴേക്കും ലക്ഷ്മണൻ ശരി എന്നുള്ള രീതിയിൽ ലക്ഷ്മണൻ ഒന്ന് സമാധാനപ്പെട്ടു. കാരണം താരയ്ക്ക് നല്ലോണം സംസാരിച്ച് വശത്താക്കാൻ അറിയാം ആൾക്കാരെ, അതാണ്. അപ്പോഴേക്കും സുഗ്രീവൻ വന്നു. സുഗ്രീവൻ തൊഴുതുകൊണ്ട് വന്നിട്ട് പറയാണ്, അങ്ങക്ക് ഒരു ദേഷ്യവും തോന്നരുത്, ഞാൻ എൻ്റെ മനസ്സൊത്തിരി ചാഞ്ചാടി, അത്രയേ ഉള്ളൂ, രാജ്യത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നിന്നു, അതേ ഉണ്ടായുള്ളൂ, അല്ലാതെ ഞാൻ ഒരിക്കലും രാമന് കൊടുത്ത വാക്ക് ഞാൻ മറന്നിട്ടില്ല, ഞാൻ വാനരപ്പടയെ ഇങ്ങോട്ട് എത്താൻ വേണ്ടി തന്നെ ഏർപ്പാടാക്കി കഴിഞ്ഞു, അങ്ങ് ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ ഇപ്പം തന്നെ അങ്ങയുടെ കൂടെ ഋഷിമുഖ മലയിലേക്ക് വരിക എന്ന് പറയുകയാണ്. എന്നിട്ട് അവർ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ശ്രീരാമനെ കാണുമ്പോൾ തന്നെ സുഗ്രീവനെ കാണുമ്പോൾ സന്തോഷം. അപ്പോൾ സുഗ്രീവൻ പറയാണ്, എന്നോട് ക്ഷമിക്കണം, ഇത്രയും വൈകിയതിന് ക്ഷമിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമൻ പറയും, ഒരു പ്രശ്നവുമില്ല, നീ നിൻ്റെ രാജ്യത്തിലെ കാര്യം നോക്കുകയായിരുന്നു, പിന്നെ കുറച്ച് മനസ്സ് ചാഞ്ചാടി, അതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറയുകയാണ്. എന്നിട്ട് എല്ലാ വാനരന്മാരെയും വിളിച്ചു വരുത്താണ്. കോടിക്കണക്കിന് വാനരന്മാരാണ് എത്തുന്നത്. എത്തിക്കഴിയുമ്പോൾ സുഗ്രീവൻ ഇപ്പോൾ അവരുടെ രാജാവാണല്ലോ.
എല്ലാവരും തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ശ്രീരാമനെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും ഹനുമാനെയും കൂടി ഒരുമിച്ച് കാണുമ്പോൾ. അപ്പോൾ ഈ 4 പടകളായിട്ട് തിരിക്കുകയാണ് ഇവരെ. അപ്പോൾ കുറച്ച് പേരെ വടക്ക് ഭാഗത്തേക്ക് വിടും, കുറച്ച് പേരെ കിഴക്ക് ഭാഗത്തേക്ക് വിടും, കുറച്ച് പേരെ പടിഞ്ഞാറ് ഭാഗത്തേക്കും വിടും. എന്നിട്ട് ഹനുമാനും അങ്കദനും ഉൾപ്പെടുന്ന പടയെ തെക്കോട്ട് വിടുകയാണ്. അപ്പോൾ ഇവരെ അടുത്ത് പറയാണ്, 1 മാസം നിങ്ങൾക്ക് ഞാൻ സമയം തരും, അതിനുള്ളിൽ സീത എവിടെയാണെന്നുള്ള വിവരം കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ശരിയെന്ന് പറഞ്ഞ് 4 പേരും 4 സ്ഥലത്തേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഹനുമാനെ വിളിച്ചിട്ട് സുഗ്രീവൻ പറയും, എനിക്ക് നീ കണ്ടുപിടിക്കുന്നത് വിശ്വാസമാണ്, ഉറപ്പാണ്, സീതാദേവിയെ നീ തന്നെയായിരിക്കും കണ്ടുപിടിക്കാൻ പോകുന്നത്, എനിക്ക് ഉറപ്പാണെന്ന് പറയാം. അപ്പോൾ ഹനുമാന് മനസ്സിലാവുന്നില്ല എന്താണ് സുഗ്രീവൻ ഇത്ര വിശ്വാസം ഹനുമാൻ്റെ അടുത്ത് നിന്ന് മനസ്സിലാവുന്നില്ല ഹനുമാൻ. അപ്പോൾ ശ്രീരാമൻ വേഗം മോതിരം ഊരിയിട്ട് ഹനുമാന് കൊടുത്തിട്ട് പറയുകയാണ്, ഈ മോതിരം കണ്ട സീതയ്ക്ക് മനസ്സിലാവും നീ എൻ്റെ അടുത്ത് നിന്ന് വരുന്നതാണെന്നുള്ളത്, സീതയ്ക്ക് സുഖമല്ലേ എന്ന് അന്വേഷിക്കണം, ഇവിടെ എനിക്കും കുഴപ്പമൊന്നുമില്ല എന്നുള്ള സീതയെ അറിയിക്കണം എന്ന് പറയാണ്. ഹനുമാൻ ശരിയെന്ന് പറയും. ഹനുമാനും അങ്കദനും ജാമ്പവാനും കൂടി തെക്കോട്ട് പോവാണ്. കുറേ വാനരപ്പടയുണ്ട്, അവരെല്ലാം തെക്കോട്ട് പോവാണ്. അങ്ങനെ വാനരപ്പട എല്ലാവരും 4 ഭാഗത്തേക്കായിട്ട് പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നമസ്കാരം.